ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി 1:3 മുതൽ 5 വരെയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുട്ടിന് രാത്രിയെന്നും പേരിട്ടു. സൂര്യചന്ദ്രന്മാരെ 4-ാം ദിവസമാണ് സൃഷ്ടിച്ചത്. അതിനു മുമ്പ് വെളിച്ചവും രാത്രിയും പകലും എങ്ങനെ ഉണ്ടായി? ഇവിടെ പറയുന്ന വെളിച്ചം ഭൗതികമായ വെളിച്ചമല്ല, പിതാവിൻ്റെ ചിത്തത്തിൽ നിന്ന് ജനിച്ച വചനമാണ്. സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് വെളിച്ചമുണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ളതിന് പിന്നിൽ മതപരമായ ഒരു ഉദ്ദേശവുമുണ്ട്. പല പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമെല്ലാം സൂര്യനെയും ചന്ദ്രനെയും ദൈവിക ശക്തികളായി കരുതി ആരാധിച്ചു പോന്നു. എന്നാൽ യഹൂദ ക്രൈസ്തവ ദർശനത്തിൽ സൂര്യനും ചന്ദ്രനുമെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികൾ മാത്രമാണ്. അവയെ ആരാധിക്കുക സാധ്യമല്ല. യോഹന്നാൻ 1:1 മുതൽ 5 പറയുന്ന അനാദിയിലെ ദൈവത്തോടുകൂടിയായിരുന്ന ദൈവം തന്നെയായ വചനത്തെയാണ് ഉൽപ്പത്തി 1:3 വെളിച്ചമായി അവതരിപ്പിച്ചിരിക്കുന്നത്. സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പിതാവിൻ്റെ വചനമായ പുത്രനാണ് ലോകത്തിൻ്റെ യഥാർത്ഥ വെളിച്ചം, സകല ജനത്തെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം. യോഹന്നാൻ 1:9. ഈ വചനമാണ് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ച യേശു. യോഹന്നാൻ 1:14. താൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് യേശുതമ്പുരാൻ തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ 8:12, 12:46. പുതിയ ജെറുസലേം നഗരിയുടെ പ്രകാശവും ഈ പുത്രൻ തന്നെയാണ്. വെളിപാട് 21:23. ഈ വചന വെളിച്ചം നമ്മിലെ അജ്ഞതയാകുന്ന ഇരുളകറ്റി നമ്മിൽ പ്രകാശിക്കുകയും തിന്മയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും നമ്മിലൂടെ ഇന്നിവിടെ പ്രവർത്തന നിരതനാവുകയും ചെയ്യും. ദൈവം പ്രകാശത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ച് വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. ഇത് മനുഷ്യൻ അന്ധകാരത്തിൽ ചരിക്കാതെ സ്വതന്ത്ര മനസ്സോടെ പകൽ വെളിച്ചത്തിൽ അഥവാ നന്മയുടെ പന്ഥാവിലൂടെ ചരിക്കാനാണ്. ദൈവം ഇരുളിനെ പൂർണ്ണമായി നശിപ്പിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇരുളിനെ വെളിച്ചത്തിൽ നിന്ന് വേർതിരിച്ച് നിർത്തുക മാത്രമേ ചെയ്തുള്ളൂ. അതിനാൽ മനുഷ്യൻ സ്വമനസാ തിന്മ വെടിഞ്ഞ് നന്മ തിരഞ്ഞെടുക്കണം. കർത്താവേ, വചന വെളിച്ചത്താൽ ഞങ്ങളിലെ ഇരുളകറ്റി ഞങ്ങൾ പ്രകാശിതരാകാനും തിന്മ വെടിഞ്ഞ് സ്വമനസാ നന്മ തിരഞ്ഞെടുത്ത് നന്മയുടെ പന്ഥാവിലൂടെ ചരിക്കാനും വചനത്തിൻ്റെ വിസ്മയനീയ പ്രവൃത്തികൾ ഞങ്ങളിലൂടെ ഇന്നിവിടെ നിറവേറാനും ഇടയാക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് തൃപ്പാദത്തിലിരുന്ന് ധ്യാനിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.